എങ്ങനെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്? 10ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല ടീച്ചർമാർ പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിലാണോ, കുടുംബത്തിൽ വിവരമുള്ള അമ്മാവന്മാരും അമ്മായിമാരും അടുത്ത ബന്ധുക്കളും സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണോ സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പഠിച്ച് വിജയിച്ച ഒരാൾ വന്ന് നിങ്ങളോട് സജസ്റ്റ് ചെയ്യണം ഈ സ്ട്രീം എടുത്തോളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്? നോക്ക്, 10ാം ക്ലാസിന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളുടെ കഴിവുകൾ നേരത്തെ കണ്ടെത്തുക. പറ്റുമെങ്കിൽ അഭിരുചി പരീക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ ചെയ്ത് നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയോ? പലപ്പോഴും വിദ്യാർത്ഥികൾ വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രവണത, +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി പകുതിയിലോ +2 കഴിഞ്ഞിട്ടോ വന്ന അഭിരുചി പരീക്ഷ നടത്തുമ്പോൾ പലപ്പോഴും ഇച്ഛാഭംഗം വന്ന് നിരാശരാവാറുണ്ട്. നോക്ക്, മാത്സിൽ അവരുടെ സ്കില്ല്, ന്യൂമറിക്കൽ എബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. അതേ സമയത്ത് വേർബൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട 3 ഏരിയകളാണ്, 3 വേരിയബിൾസ് ആണ്: വെർബൽ, ന്യൂമറിക്കൽ, അബ്സ്ട്രാക്ട്. ഈ 3 നമ്മൾ ഒന്നിച്ച് പറയുന്നത് സ്കോളസ്റ്റിക് എബിലിറ്റി എന്ന ഒരാളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറെ കോമ്പണൻസ് വരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, റിലേറ്റ് ചെയ്യുക, ദെൻ അതുപോലെ തന്നെ ലോജിക്കലി സീക്വൻസ് ചെയ്യുക, കോൺസെപ്റ്റുകൾ അനലൈസ് ചെയ്യുക, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇത്തരം കോമ്പണൻസ്, സ്കില്ലുകൾ അടങ്ങിയ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈ ഒരു സ്കോളസ്റ്റിക് എബിലിറ്റി എന്ന് പറയുന്നത്. ഈ സ്കോളസ്റ്റിക് എബിലിറ്റിയിൽ ന്യൂമറിക്കൽ എബിലിറ്റി മാത്രം കുറയുകയും വെർബൽ നന്നാവും അബ്സ്ട്രാക്ട് നന്നാവുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്സ് പഠിക്കാൻ പൊതുവെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ലേണിംഗ് പാറ്റേണിന്റെയോ പേഴ്സണാലിറ്റിയുടെയോ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മാത്സിന്റെ ബേസ് നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം മാത്സ് ബുദ്ധിമുട്ടായതായിരിക്കും. അങ്ങനത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പൊ തന്നെ അഭിരുചി പരീക്ഷ നടത്തി കഴിഞ്ഞാൽ 10ാം ക്ലാസിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ഗ്യാപ്പിൽ മാത്സിലുള്ള കുഴപ്പങ്ങൾ ഒരു 2, 3, 4 പ്രാവശ്യം നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വിദഗ്ധരായ മാത്സ് ടീച്ചർമാരുടെ കൂടെ ഇരുന്നാൽ 10 ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ സത്യത്തിൽ അവർക്ക് ഉണ്ടാവുള്ളൂ. ആ ബേസ് പ്രശ്നം തീർക്കാൻ സാധിക്കും എന്നത് കൊണ്ട് നേരത്തെ തന്നെ മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി സ്കില്ലുകൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി മാത്സ് ഇതിന് മാത്രമൊന്നുമല്ലല്ലോ, അക്കൗണ്ട്സും ഓഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ അരിത്തമെറ്റിക് എങ്കിലും എന്ത് ചെയ്യണം, അറിയണം, മനസ്സിലാക്കണം. ദെൻ അങ്ങനെയാണെങ്കിൽ ആ സ്കില്ലും ഉണ്ടോ, കൊമേഴ്സിലേക്ക് പോകാൻ ഇവർക്ക് പറ്റുമോ ഇല്ലയോ, കൊമേഴ്സിൽ തന്നെ ബിസിനസ് ആണോ അതല്ല അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് ആണോ, ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വരുന്നുണ്ട്. മീൻ, മോഡ്, മീഡിയം, കോളം, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ തന്നെ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് QT അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇത് പറ്റുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കും. പ്രത്യേകിച്ച് സ്കോൾ കേരളയുടെ അടിസ്ഥാനത്തിൽ, പുതിയ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്സ് അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം എന്നൊരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത് കൊണ്ടും 2025-26 അധ്യയന വർഷത്തിൽ അഡീഷണൽ ആയിട്ട് മാത്സ് പഠിച്ച് ഹയർ സെക്കൻഡറി കൂടെ തന്നെ പരീക്ഷ എഴുതാം എന്നതുകൊണ്ടും തീർച്ചയായിട്ടും അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സ്ട്രീം സെലക്ട് ചെയ്യാൻ. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ അഭിരുചി പരീക്ഷ നടത്തുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കോളസ്റ്റിക് എബിലിറ്റിയിൽ വേരിയബിൾസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ സ്ട്രീമിലേക്ക് മാറാൻ പറ്റും, ഏതൊക്കെ എടുക്കാം, ഏത് കരിയർ എടുക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റും. ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഉള്ള മെച്ചം എന്താ? എവിടെയാണോ കുഴപ്പങ്ങൾ അത് പരിഹരിക്കാം. മറ്റൊന്ന്, എവിടേക്കാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് കഴിവുള്ളത്. കുട്ടികളുടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പല കുട്ടികൾക്കും സ്വന്തം കഴിവിനെ കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അബദ്ധങ്ങളിൽ പോയി പെടുന്നത്. നമുക്ക് ഒരു ക്ലാസ് റൂമിൽ നന്നായി പഠിക്കുന്ന ഒരു 4-5 കുട്ടികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എനിക്ക് പറ്റില്ല എന്ന് വിദ്യാർത്ഥികൾ സ്വയം തന്നെ തീരുമാനിക്കുന്നു. അതോടൊപ്പം പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് അധികം നേരം ഇരുന്ന് പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തത് കൊണ്ടും ഒരു വേവറിങ് മൈൻഡ് ആയതുകൊണ്ടും പലപ്പോഴും വിദ്യാർത്ഥികൾ അബദ്ധങ്ങളിൽ പോയി ചാടും. തീരുമാനങ്ങൾ ആ ഒരു പേഴ്സണാലിറ്റിയെ വെച്ച് മാത്രം. അത്തരം പേഴ്സണാലിറ്റികളെ കൺട്രോൾ ചെയ്ത് ഒരു കൃത്യമായ ലേണിംഗ് പാറ്റേൺ പറഞ്ഞു കൊടുത്താൽ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ആ പേഴ്സണാലിറ്റിയെ പരിഗണിച്ചും മാനിച്ചും മനസ്സിലാക്കിയും കൊണ്ട് ലേണിംഗ് പാറ്റേണിൽ മാറ്റങ്ങൾ വരുത്തിയാൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങളെ പരിഹരിക്കുകയും അവരുടെ സബ്ജക്ട് ഓറിയന്റേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നിടത്ത് വിദ്യാർത്ഥികളുടെ കരിയർ ഓറിയന്റേഷൻ തെറ്റാതെ, അബദ്ധങ്ങളിൽ പാടാതെ, വഴിമാറി പോവാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ എപ്പോഴും പാരന്റ്സിനോട് പറയുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികൾ അവരുടെ ദിശ അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ്, അവരുടെ എയിം, അവരുടെ ഒരു കരിയർ ഓറിയന്റേഷൻ കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് അവരുടെ പല നിർമ്മാണാത്മകമല്ലാത്ത ഉപദ്രവകരമായ മറ്റു പല
പ്രശ്നങ്ങളിലേക്കും പോയി ചാടുന്നതിന് പകരം അവർ വളരെ ദിശാബോധത്തോടുകൂടി കരിയർ ഓറിയന്റഡ് ആവുന്നിടത്ത് പല പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും. സ്വന്തമായി ഒരു സ്വപ്നമുള്ളയിടത്ത് വിദ്യാർത്ഥികൾ അതിന്റെ പിന്നാലെ പോകുന്നതോടുകൂടി പലപ്പോഴും നമ്മൾ സമൂഹത്തിലും കോളേജിലും സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഉണ്ടാവുന്ന പല രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പരിധി വരെ വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നതുകൊണ്ട് ദയവ് ചെയ്ത് പാരന്റ്സ് ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അപ്പൊ സ്ട്രീം സെലക്ട് ചെയ്യുന്നതിലേക്കാണ് വീണ്ടും വരുന്നത്. ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അനാലിറ്റിക്കൽ സ്കില്ലൊക്കെ ഉള്ള ആളുകൾ ഹ്യൂമാനിറ്റീസിലെ ചില സബ്ജക്ട്, ഇക്കണോമിക്സും സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ ഉള്ള സബ്ജക്റ്റുകൾ എടുക്കാവുന്നതാണ്. മെക്കാനിക്കൽ സ്കില്ല് ഭയങ്കരമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ ഓറിയന്റേഷനിലേക്ക് മാറാവുന്നതാണ്, ടെക്നോളജിയിലേക്ക് മാറാം. ദെൻ അതുപോലെ തന്നെ മറ്റൊന്ന്, ഒരു കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് വരുന്ന ആളുകൾ, സ്പേഷ്യൽ എബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നുണ്ട്. അത് വരുന്ന ആൾക്ക് ക്രിയേറ്റീവ് ആയ ഏരിയയുണ്ട്. അപ്പൊ ക്രിയേറ്റീവ് തന്നെ വീണ്ടും നോക്കുന്നത്, ഒരു കുട്ടിക്ക് വളരെയധികം ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ക്രിയേറ്റീവ് ആയിട്ട് 2 കോഴ്സുകൾ നമുക്ക് പ്രകടമായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പറയാം. ഒന്ന് ബാച്ചുലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാം, IIT-കളും NID-യും NIFT ഒക്കെ പോലുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഡിസൈനിങ് പ്രോഗ്രാം. അതിന് സയൻസ് വേണ്ട, കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങൾക്ക് ആ പ്രോഗ്രാമുകളിലേക്ക് പോകാം. അതേ സമയത്ത് ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോഗ്രാമാണ് BArch, ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ. ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചറിന് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും മാത്സ് വേണം. പണ്ട് മാത്സ് മാത്രം മതിയായിരുന്നു, ഇപ്പൊ അതും പോരാ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും വേണം. ദെൻ അങ്ങനെ വരുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലും മാത്സ് ഓറിയന്റഡ് ആയ ക്രിയേറ്റിവിറ്റിയും മാത്സ് ഇല്ലാത്ത ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇതിൽ ഏതാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് തീരുമാനിക്കാൻ തീർച്ചയായിട്ടും അഭിരുചി പരീക്ഷ നടത്തുക തന്നെ വേണം. ഇനി കൊമേഴ്സിലേക്ക് പോകുമ്പോൾ കൊമേഴ്സിലെ അക്കൗണ്ട്സും ഓഡിറ്റിങ്ങും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചൊരു മാത്തമാറ്റിക്കൽ ഓറിയന്റഡ് ആയ കരിയറിലേക്ക് പോകണമെങ്കിൽ, അതല്ലെങ്കിൽ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടത് വേണ്ട, ബിസിനസ് സ്റ്റഡീസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഇനി മാത്സും അക്കൗണ്ട്സും ബേസിക് മാത്സ് ഒന്നും വരാതെ പൂർണ്ണമായിട്ടും മാത്സ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് പോവുക, എന്നാൽ ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന നിലക്ക് നമുക്ക് പല മേഖലകളും സെലക്ട് ചെയ്യാൻ പറ്റും. അത്തരം മേഖലകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടും ഏതാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ കഴിവ്, ഏതാണ് യഥാർത്ഥത്തിൽ ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് കുട്ടിയുടെ ഏറ്റവും മികച്ച മേഖല, ആ മേഖലയെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതോടുകൂടി കുട്ടി കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവും. കുട്ടി കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയാൽ പല ഉപദ്രവങ്ങളും നമുക്ക് അവരിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും, അവരിൽ നിന്ന് ഉണ്ടാവുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. കുറച്ചുകൂടി അവർ ഫോക്കസ്ഡ് ആവുമ്പോൾ, കരിയർ ഓറിയന്റഡ് ആവുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പഠനത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ, നേരത്തെ തന്നെ അഭിരുചി പരീക്ഷ നടത്തുക, ആ കഴിവ് കണ്ടെത്തുക. പിന്നീട് റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അവലോകനം ചെയ്ത് വീണ്ടും നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ, സ്ട്രീം ചൂസ് ചെയ്യുന്നതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. റിസൾട്ട് വരുന്നതിനും അഭിരുചി പരീക്ഷ നടത്തുന്നതിനിടയിലുള്ള കുറച്ച് സമയം നമുക്കൊരു 10 ദിവസം 12 ദിവസമെങ്കിലും അവരുടെ സ്ട്രീം ആയിട്ട് ബന്ധപ്പെട്ട പല മേഖലകളും ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താനും പറ്റും. അങ്ങനെ വളരെ കൃത്യമായി, വളരെ സയന്റിഫിക് ആയി കുട്ടിയുടെ അഭിരുചി കണ്ടെത്തി, അവന്റെ കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് കരിയർ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി സമയം ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.